നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു വഴിയുണ്ട് മോളെ. എന്ത് വഴി? ഈ വീട്ടിൽ ഒരാൾ എന്ത് പറഞ്ഞാലും മഹി അനുസരിക്കും. പക്ഷെ മാള് പറയില്ലല്ലോ. മാളും അല്ല, പിന്നെ ആര്? ദേവയാനി. ആന്റി ഈ കാര്യം മഹേട്ടനോട് പറഞ്ഞതല്ലേ? അതെ, പക്ഷെ അവന്റെ ഡിമാൻഡൊക്കെ പറഞ്ഞതിന് ശേഷം ദേവയാനി ഇക്കാര്യത്തിൽ നിർബന്ധമൊന്നും പറഞ്ഞില്ലല്ലോ. ദേവയാനി നിർബന്ധിച്ച മഹി അത് തള്ളിക്കളയില്ല. ആന്റി നിർബന്ധിക്കുവോ? നമുക്ക് ദേവയാനിയോടൊന്ന് സംസാരിച്ചു നോക്കാം. ചിലപ്പോ നടന്നാലോ? നമ്മൾ ശ്രമിക്കാത്തോണ്ട് നടന്നില്ല എന്ന് വേണ്ട. ശരി, ഓക്കെ, നമുക്ക് ആന്റിയോട് സംസാരിക്കാം. ഓക്കെ, എന്നാ വാ സംസാരിക്കാം. നിക്ക്, എന്താ വരണ്ട. അതെന്താ? ഇക്കാര്യം ഞാൻ ഒറ്റയ്ക്ക് ആന്റിയോട് സംസാരിച്ചോളാം. അതെന്താ അങ്ങനെ? ഇത് വേറൊരു രീതിയിൽ വേണം ആന്റിയോട് അവതരിപ്പിക്കാൻ. അതെങ്ങനെയാ? അതൊക്കെ ഞാൻ സംസാരിച്ചിട്ട് പറയാം. ഐഡിയ കൊടുത്തത് ഞാൻ, ഇപ്പൊ പുറത്തായത് ഞാൻ. എന്ത് പരിപാടിയായത്? എന്തായാലും കാര്യം നടന്നു കിട്ടിയാ മതിയല്ലോ. എന്റെ മോളല്ലേ അവള്, കാര്യം സാധിച്ചിട്ടേ വരൂ, അതുറപ്പാ. ഈശ്വര, ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ആന്റി, എന്താ ശ്രേയേ? ആന്റി ഫ്രീ ആണോ? എന്താ, നീ കാര്യം പറഞ്ഞോ? മാളുവിന്റെ കാര്യ. മാളുവിന് ഓരോ ദിവസവും വാശി കൂടി വരുവോ? അതെ, ഞാനും അക്കാര്യം തന്നെ ആലോചിച്ചിരിക്കായിരുന്നു. സ്നേഹത്തോടെ അവളെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാ സ്വഭാവത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളത് പരിഹരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ജീവിതത്തെ തന്നെ ബാധിക്കും. ശരിയാ നീ പറഞ്ഞത്. ഞാൻ മാളുവിന്റെ അമ്മയാണെന്ന് തോന്നൽ അവൾക്കില്ല. അതാ അവൾ എന്റെ അടുത്ത് അടുക്കാത്തത്. എന്നെ അമ്മയായി അവൾ അംഗീകരിക്കണമെങ്കിൽ ഞാൻ മഹേട്ടന്റെ ഭാര്യയാവണം. ഞങ്ങളുടെ കല്യാണം നടക്കണം. എന്നാലേ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് മാള് വില തരൂ. കല്യാണം പെട്ടെന്ന് നടക്കണമെങ്കിൽ ആന്റി തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചിട്ട് എന്താ കാര്യം? മഹി സമ്മതിക്കണ്ടേ? കൈലാസത്തില് ദേവയാനി പറഞ്ഞ മഹേട്ടനത് തള്ളിക്കളയാൻ പറ്റുമോ? പെറ്റമ്മയേക്കാൾ ഒരു മകനെ സ്നേഹിച്ച പോറ്റമ്മയല്ലേ ഈ അമ്മ. ഈ അമ്മ പറഞ്ഞ ആ മകനത് തള്ളിക്കളയാൻ പറ്റുമോ? കല്യാണമൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അത് അവനെന്നെ അനുസരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല ആന്റി. മഹേട്ടന് കല്യാണം വേണ്ടെന്ന് ചിന്തിക്കാൻ 100 കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ മാളൂനൊരു അമ്മയെ വേണമെന്ന് ചിന്തിച്ച ആ 100 കാരണങ്ങൾ ഇല്ലാതാവും. ആ ചിന്ത മഹേട്ടന് കൊടുക്കേണ്ടത് ആന്റിയാ. അതൊക്കെ പറഞ്ഞു തന്നെയാ നിങ്ങളുടെ നിശ്ചയം വരെ എത്തിച്ചത്. അതിനി അങ്ങ് പൂർത്തിയാക്കിയ മാളൂനൊരു അമ്മയെ കിട്ടില്ലേ? അത് ആന്റി പറയേണ്ട രീതിയിൽ പറയുമ്പോ മഹേട്ടന് മനസ്സിലാവും. ആന്റി പറഞ്ഞ മഹേട്ടനെതിര് പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.